ഹായ് മാഡം. മാഡം ഓട്സ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? ഇത് പറഞ്ഞാൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്ന് പൂരപ്പാട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഓട്സ് അൺഹെൽത്തി തന്നെയാണ്. അല്ല മാഡം, ഓട്സിൽ ഫൈബേഴ്സും ഉണ്ട്, പ്രോട്ടീൻസും ഉണ്ട്. അതുപോലെ ജനങ്ങൾ യൂസ് ചെയ്യുന്നതോ? ഫൈബർ ഉണ്ട്, ശരിയാണ്. നമുക്ക് ഫൈബർ കഴിച്ചാൽ ഡൈജഷൻ ആവാനുള്ള എൻസൈം നമ്മുടെ ബോഡിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈബർ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെ, ഇതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ബട്ട് നമുക്ക് പ്രോട്ടീന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മസിൽ റിപ്പയറിംഗ് ആണ്. മസിൽ റിപ്പയറിംഗിന് വേണ്ടിയിട്ട് 9 അമിനോ ആസിഡ്സിന്റെ ആവശ്യമുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ സെക്കൻഡറി ക്ലാസ് പ്രോട്ടീൻ ആണ്. സെക്കൻഡറി ക്ലാസ് പ്രോട്ടീനിൽ വരുന്നത് 2 or 3 അമിനോ ആസിഡ്സ് ആയിരിക്കും. നമുക്ക് മസിൽ റിപ്പയറിംഗിനുള്ള അമിനോ ആസിഡ്സ് ഉണ്ടാകത്തില്ല. ജനങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. 10 ഡോക്ടർമാർ ഇതിനെ പിന്തുണച്ചാൽ 11ാമത് എത്തുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് അൺഹെൽത്തി തന്നെയാണ്, കംപ്ലീറ്റ്ലി അൺഹെൽത്തി.